നമ്മുടെ ബോച്ചേൻ്റെ ഫോർഡിൻ്റെ ട്രക്ക് നമ്മളിതിനെ കുറിച്ചാണ് ഒന്ന് പറയാൻ പോകുന്നത്. സൂപ്പർ ഡ്യൂട്ടി അതിൻ്റെ ഒരു സൈസ് കണ്ടില്ലേ. അപ്പം ആദ്യമായിട്ട് പറയാനാണെങ്കിൽ ഇത് ദുബായിൽ നിന്ന് കഴിഞ്ഞ് നമ്മളെ ന്യൂ ഇയറിൻ്റെ ടൈമിൽ കേരളത്തിലോട്ട് കൊണ്ടുവന്നപ്പം തൊട്ട് തന്നെ വണ്ടി ശരിക്കും ഭയങ്കര വൈറലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സൈസാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇതിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ കണ്ണാടിയിൽ തന്നെ നമുക്ക് നമ്മുടെ മുഖം നോക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറിയിട്ട് ഏന്തി നോക്കണം, എന്നാലേ നമുക്ക് കണ്ണാടി വരെ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇതിന്റെ ഡോർ തുറക്കുമ്പോൾ കണ്ടില്ലേ, ഒരു തുറന്നു വരുന്നത് എന്താ വെച്ചാൽ സ്റ്റെപ്പ് ഓപ്പൺ ആയി വരുന്നത് എന്തിനാന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹൈറ്റ് ആണ് ഇതിന്റെ എന്താ പറയുക ഡ്രൈവിംഗ് സീറ്റ് എല്ലാം വരുന്നത്. അപ്പം നമ്മളത് കയറിയാൽ മാത്രമേ അതിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്പ് അങ്ങോട്ട് വരുന്നത്. പിന്നെ ഇന്റീരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നോർമലി ഉള്ളതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. പിന്നെ 4 വീൽ ഡ്രൈവ് അല്ല കേട്ടോ, പിന്നെ സൂപ്പർ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സീറ്റ് ആയാലും നല്ല അത്യാവശ്യം എന്താ പറയുക ഒരു 3-4 ആൾക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും, നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനായാലും നല്ല കംഫർട്ടാണ്. അങ്ങനെയാണ് സീറ്റിങ്ങിന്റെ ഒക്കെ ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. അപ്പൊ ഇന്റീരിയറിനെ കുറിച്ച് ശരിക്കും അത്രയൊക്കെയാണ് ഇതിൽ ഷോർട്ടാക്കി പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡോർ ക്ലോസ് ചെയ്താൽ ഈ ഒരു സ്റ്റെപ്പ് ഓട്ടോമാറ്റിക് ഉള്ളിലോട്ട് പോകും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ബാക്ക് സീറ്റിന്റെ ഇതിലായാലും പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈറ്റ് വരുന്നുണ്ട് ശരിക്കും കയറാനായാലും. പിന്നെ അങ്ങനെയല്ല, സീറ്റിംഗ് ഒക്കെ കണ്ടില്ല, ശരിക്കും പറഞ്ഞാല് ഒരാൾക്കൊക്കെ കിടക്കണമെങ്കിലൊക്കെ നല്ല അതിന് പറ്റിയ സ്പേസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ഇതിന്റെ ഫ്യൂൽ ടാങ്ക് ആണ്. 2 സൈഡിലും ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. ഈ സൈഡിലും വരുന്നുണ്ട്, ഇതിന്റെ അപ്പർ സൈഡിലും വരുന്നുണ്ട്. ടോട്ടൽ 500 ലിറ്ററിന്റെ മുകളിൽ ഇതിന്റെ ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. കാരണം വെച്ചാൽ 2 കിലോമീറ്റർ ഒക്കെയാണ് ഇതിന്റെ മൈലേജ് വരുന്നത്. അപ്പൊ ഏകദേശം ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡീസലിന്റെ പൈസ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവുമല്ലോ കേട്ടോ. മറ്റേ സൈഡിലുള്ള പോലെ തന്നെ ഒരു ഫ്യൂൽ ടാങ്ക് ഇവിടെയും വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു 1000 കിലോമീറ്റർ ഒക്കെ ഓടണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ ടാങ്ക് അടിക്കണം. ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ഓടണമെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കുക 2 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇത് വേണ്ടി വരുന്നു. പിന്നെ വെച്ചാൽ നമ്മൾ റെഗുലർ ആയിട്ടുള്ള യൂസ് ഉണ്ടാവില്ലല്ലോ ഇതുപോലത്തെ വണ്ടികൾ കൊണ്ട്. പിന്നെ ഈ ഭാഗത്തും കണ്ടില്ല, നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് വരും, ക്ലോസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് അങ്ങോട്ട് പോവുകയും ചെയ്യും. പിന്നെ ഇതാണ് ഇവിടുത്തെ ഫ്യൂൾ ടാങ്ക് വരുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ താഴെ ഭാഗം. അതുപോലെ തന്നെ സൈലൻസർ എല്ലാം കണ്ടില്ലേ. പിന്നെ അടുത്തത് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ഭാഗം. ഇത് ജസ്റ്റ് നമുക്ക് ഇവിടെ പുഷ് ചെയ്താൽ ഇത് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നല്ല സ്പേസ് ഉണ്ട്. ഈ ഭാഗം നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ എന്തെങ്കിലും ഹൈറ്റ് ഇല്ലാത്ത സാധനമൊക്കെ ആണെങ്കിൽ ഒരു സാധനം ഇങ്ങോട്ട് നമുക്ക് സ്ലൈഡ് ചെയ്താൽ ഈ ഭാഗം ക്ലോസ് ചെയ്തിടാൻ പറ്റും. ഓപ്പൺ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ദുബായിലൊക്കെ ഈ വണ്ടികളുടെ യൂസ് എന്ന് പറയുന്നത് ശരിക്കും അങ്ങനത്തെ ലോഡ് കയറ്റാനും അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് ശരിക്കും ഇവിടെ കേരളത്തിലൊക്കെ ഇത് കാണാന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അത് ഇതിന്റെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളമാണ് ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഇത്. അതുപോലെ തന്നെ നമ്മുടെ ബോച്ചേന്റെ സ്റ്റിക്കേഴ്സ് ഈ ട്രക്കിന്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബോച്ചെ 1000 ഏക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് ഇതിന്റെ സൈലൻസർ കണ്ടില്ലേ താഴെ ഭാഗത്തുള്ളത്. പിന്നെ അടുത്തത് മെയിനായിട്ട് പറയാനുള്ളത് ഇതിന്റെ സൈസിനെ കുറിച്ച് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഹൈറ്റ് ആയാലും അതുപോലെ തന്നെ വിഡ്ത്ത് ആയാലും ഭയങ്കര തന്നെ. ശരിക്കും പറഞ്ഞാൽ കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ് എന്നുള്ള ഒരു ബാഡ്ജിങ് അവിടെ വരുന്നുണ്ട്. ശരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിന്റെ സൈസ് മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും അത് മനസ്സിലാകുക. ഇവിടെ F650 എന്ന് പറഞ്ഞിട്ട് സൂപ്പർ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഇതിൽ കയറി ഇരിക്കാനായാലും അതുപോലെ തന്നെ ഇത് കണ്ടോണ്ടിരിക്കാനായാലും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇത് ഇപ്പോൾ ഒരു വീടിന്റെ പോർച്ചിൽ നമ്മൾ നോർമലി ഒരു കാർ നിർത്തുമ്പോൾ എങ്ങനെ ഉണ്ടാകുക, പക്ഷെ ഈ ഒരു ട്രക്ക് നിർത്തിയിട്ടപ്പോൾ കണ്ടില്ല അതിന്റെ സൈസ്. പിന്നെ സ്കൂട്ടർ അതിൻ്റെ അടുത്ത് വെച്ചപ്പോൾ കണ്ടില്ല ആ ഒരു ടയറിന്റെ അത്ര പോലെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടർ. അപ്പോൾ ഈ ഇതിന്റെ ഒരു സൈസ് നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് കയറി ആ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഇതിൻ്റെ വരുന്നത്. അപ്പൊ നമ്മളിവിടെ കയറിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും നല്ല രസമാട്ടോ, നല്ല ഹൈറ്റും ആണ്. പിന്നെ എന്താ പറയാ വേറൊരു ലെവൽ എക്സ്പീരിയൻസ് തന്നെ ശരിക്കും പറഞ്ഞാല്. എന്താ പറയാ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും കണ്ടോ ഇത്രയ്ക്ക് ഹൈറ്റ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഒരു ലോറിയിലൊക്കെ പോകുന്ന ഫീൽ ആയിരിക്കും. പക്ഷെ ഈ ഒരു സാധനത്തിനും കൂടെ ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് വേറെ തന്നെയാണല്ലോ. പിന്നെ അതുപോലെ തന്നെ 7000 cc മുകളിൽ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ 0 to 100 സ്പീഡ് കയറാനൊക്കെ ഏകദേശം ഒരു 10 to 12 സെക്കൻഡ് ഒക്കെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ മൈലേജിന്റെ കാര്യം എടുത്തു പറയണം. ശരിക്കും 2 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ചൊക്കെ എത്താല്ലേ. ഏകദേശം ഒരു 4-4.5 മാസം കൂടെ ഇത് ഇവിടെ കേരളത്തിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് കൊണ്ടുപോകും, അങ്ങോട്ട് ദുബായിലോട്ട് തന്നെ കൊണ്ടുപോകും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.